ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്നത് ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഏത് രൂപത്തിലാണ്? നമുക്കതിനുള്ള ട്രെയിനിങ് നൽകിയിട്ടാണ്. ആ ട്രെയിനിങ്ങിൽ പെട്ടതാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് മക്കയിൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അവിടെ ശുദ്ധീകരണം പഠിപ്പിച്ചു. ആത്മീയ ശുദ്ധീകരണത്തോടു കൂടി, അഥവാ രജസും നജസുമായതായ ശിർക്കിൽ നിട്ട് മോചിക്കുവാനും അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുവാനും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനും അള്ളാഹ്ക്ക് മാത്രം ഇബാദത്തിന്റെ ആരാധനകളുടെ എല്ലാ ഇനങ്ങളും സമർപ്പിക്കുവാനും പഠിപ്പിക്കുന്ന ഒരു കൂട്ടത്തിൽ ആദ്യം ഇറങ്ങിയതായ സൂറത്തുകൾ പരിശോധിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്ന കൽപ്പനയിൽ കാണാം വസിയാബക ഫതഹിർ എന്ന ഭാഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സല്ലല്ലാഹുൽ യഖീന വൽ മുആഫ, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക യഖീനിനെയും മുആഫാത്തിനെയും, അഥവാ നമ്മുടെ വിശ്വാസ ക്ലിയറിങ്ങിനെയും നമുക്ക് പരിപൂർണ്ണ ആരോഗ്യം നൽകാൻ വേണ്ടിയും അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയ, ഈ ആഫിയത്തിന് വേണ്ടി നാം സദാ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം. യഖീന് കഴിഞ്ഞാൽ തൗഫീഖ് ഈമാനിനും ഇർതിഖാദിനും അത് ക്ലിയറാക്കാനും ആദർശം ക്ലിയറാക്കാനുമുള്ള തൗഫീഖിനോടൊപ്പം നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയായിട്ട് റസൂൽ പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക മുആഫാത്തിന് വേണ്ടി. എന്തേ കാരണം? മനുഷ്യൻ തൗഹീദ് ക്ലിയറാക്കാൻ സാധിച്ചതിൻ്റെ ശേഷം ആഫിയത്തിനേക്കാളും പ്രാധാന്യമുള്ള ഒന്നും തന്നെ മനുഷ്യന് നൽകപ്പെട്ടിട്ടില്ല. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. എനിക്കറിയാം നമ്മുടെ മുമ്പിലൊക്കെ ഇരിക്കുന്നവർ ഹദീസ് ഓതുന്ന സന്ദർഭത്തിൽ സഹീഹോ ലഈഫോ നോക്കുന്നുണ്ടായിരിക്കും. ഇമാം അഹമ്മദിലേക്കാണ് ഈ ഹദീസിനെ ചേർത്ത് പറയുന്നത് പണ്ഡിതന്മാർ. ഏതായാലും നമ്മുടെ വിഷയവുമായിട്ട് വളരെ ടച്ചുള്ളതായ ഹദീസാണിത്. അപ്പോൾ ഇസ്ലാം ശാസിക്കുന്നത്, കൽപ്പിക്കുന്നത് ജിസ്മിൻ്റെ സിഹത്ത്, അഖലിൻ്റെ സിഹത്ത്, അഖല് നല്ല ബുദ്ധി, അൽ അഖ്ലു സലീം ഫിൽ ജിസ്മി സലീം എന്നൊക്കെ പറയാറുണ്ട് ഇവിടെ അറബികൾ. ഏറ്റവും സുരക്ഷിതത്വമുള്ളതായ ബുദ്ധി, സുരക്ഷിതത്വമുള്ളതായ ശരീരത്തിൽ ഉണ്ടാവുക എന്നത് വളരെ ഉത്തമമായ രീതിയാണ്. ആ രണ്ടും കൂടി ഒത്തുകിട്ടിയാൽ പിന്നെ മനുഷ്യന് ഏത് നിലക്കും പുരോഗതി ഭൗതികമായിട്ട് പരലോകത്തിലേക്കും പ്രാപിച്ചെടുക്കാൻ, ഉണ്ടാക്കിയെടുക്കാൻ അവനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ സുലൂക്ക് സഹിയായിരിക്കുക, അഥവാ അഖ്ലാഖുകൾ നന്നായി വരിക. അഖ്ലാഖിന്റെ കോട്ടം കാരണത്താലാണ്, അഖ്ലാഖിൽ വരുന്നതായ നീച നികൃഷ്ട പ്രവർത്തനത്തിലൂടെയാണ് ഇന്ന് ലോകവ്യാപകമായി കിടക്കുന്നതായ എല്ലാ വബാഹുകൾ വ്യാപകമാകാൻ കാരണം. പണ്ടൊക്കെ റസൂൽ പറയുന്നത് പോലെ ഉമമുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാറുണ്ടായിരുന്നത് എന്തിലൂടെയായിരുന്നു? വബാഹുകളിലൂടെയായിരുന്നു, അഥവാ പകർച്ചവ്യാധികളിലൂടെയായിരുന്നു. എന്നാൽ ഉമ്മത്ത് മുഹമ്മദിന് വബാഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്താക്കി മാറ്റി എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നുണ്ട്. അതും ഇവിടെ സ്മരണീയമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നു, താഊനെ കുറിച്ച് സംസാരിച്ചപ്പോൾ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താഊന് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉടമക്ക് ഷഹാദത്ത് നൽകുന്നതായ ഷഹാദത്തിൻ്റെ പ്രതിഫലം ഭൗതിക ഷഹാദത്തല്ല, ദുനിയാവിൽ ഷഹീദല്ല, പരലോകത്തിൽ ഷഹീദാവാനുള്ളതായ ഭാഗ്യം കിട്ടുന്നതായ ഒരു രോഗമാണ് അങ്ങനെയുള്ളതായ പ്ലേഗ് രോഗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം അഥവാ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്താണെങ്കിലും പ്രയാസമില്ല. ഇന്ന അംറൽ മുഅ്മിനി കുല്ലഹു ലഹു ഖൈർ, മുഅ്മിനിന്റെ കാര്യം എല്ലാം അവന് നന്മ തന്നെ. ഇൻ അസാബതുഹു സറാഉ ശകർ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബതുഹു ളറാഉ സബർ ഫകാന ഖൈറൻ ലഹു വലൈസ ദാലിക ഇല്ലാ ലിൽ മുഅ്മിൻ. മുഅ്മിനിന്റെ കാര്യം എപ്പോഴും എവിടെയും അവന് നന്മ തന്നെ. അവന് പ്രയാസം വന്നാൽ ആ പ്രയാസത്തിൽ അവൻ ക്ഷമ കൈകൊള്ളുന്നു, അത് നന്മ ലഭിക്കുന്നു. അവന് അതിലൂടെ നേട്ടം നേടിയെടുക്കേണ്ടി വന്നാൽ അതിലൂടെ അവൻ സന്തോഷിക്കുന്നു, അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുന്നു, എന്നാലും അവന് നന്മ തന്നെ. ഈ രൂപത്തിലുള്ളതായ പ്രത്യേകത മുസ്ലിമിന് മാത്രമുള്ളതാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷവാർത്ത നൽകുന്നു. സഹീഹിൽ ഉള്ളതാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മക്കയിൽ നാം കേട്ടു, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തഹാറത്തിന് കൽപ്പിച്ചു, രണ്ട് രൂപത്തിലുള്ള തഹാറത്ത് കൽപ്പിച്ചു. റസൂലുള്ളാഹി മദീനയിലേക്ക് വന്നപ്പോഴോ ഇവിടെയാണല്ലോ ഈ മതത്തെ അതിൻ്റെ വിജയ പതാക പറപ്പിക്കാനുള്ള കളമൊരുക്കാൻ റസൂലുള്ളാഹിക്ക് അല്ലാഹു ചാൻസ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോഴോ റസൂലുള്ളാഹി ഇവിടെ വന്ന ഉടനെ തന്നെ ഇറങ്ങിയതായ നാട്ടിൽ, അഥവാ ഖുബ,
ബനു അംർ ഇബ്നു ഔഫിന്റെ നാട്ടിൽ ഇറങ്ങിയപ്പോൾ അവിടെ പള്ളി കെട്ടാൻ തീരുമാനിച്ചു. അപ്പോൾ ശുദ്ധിയിൽ ശുദ്ധരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി മക്കയിൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അവരുടെയും നമ്മുടെയും നേതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ശുദ്ധീകരിച്ചുകൊണ്ട് അവിടെ സ്ഥാപിച്ചതായ ആ വീട് വഇദ് ബവ്വഅനാ ഇബ്രാഹിമ മക്കാനൽ ബൈത്തി അല്ലാ തുശ്രിക് ബി ശൈആ വതഹിർ ബൈതിയ ലിത്വായിഫീന വൽ ഖായിമീന വറുക്ഇസ് സുജൂദി എന്ന ആ ആയത്തിലൂടെ കൽപ്പിക്കപ്പെട്ട ആ ശുദ്ധീകരണം നടത്തപ്പെട്ട ആ പള്ളിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഅബയെ താൽക്കാലികമായി ഉപേക്ഷിച്ചു വന്നു. റസൂലുള്ളാഹിനോട് അല്ലാഹു സത്യവാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറദ്ദുക ഇലാ മആദ്, നിങ്ങളിലേക്ക് ഖുർആൻ ഇറക്കിയതായ റബ്ബ് നിങ്ങളെ ആ മക്കയിലേക്ക് മടക്കുക തന്നെ ചെയ്യും. ഇതൊരു തഫ്സീറാണ് പണ്ഡിതന്മാരുടെ. ആ തഫ്സീർ അനുസരിച്ചിട്ട് റസൂലുള്ളാഹി മക്കയിലേക്ക് മടങ്ങുമെന്ന സത്യവാഗ്ദാനം ഉള്ളതോടുകൂടി അവിടുന്ന് ഇവിടെ വന്നപ്പോൾ ഈ അന്തരീക്ഷത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശുദ്ധിയാക്കി കൊടുക്കാൻ വേണ്ടി ഇവിടെ പള്ളി കെട്ടാൻ കൽപ്പിക്കപ്പെട്ടു. അങ്ങനെ അവിടെ ശുദ്ധീകരണത്തിന് മുസ്ലിങ്ങൾക്ക് ആത്മീയ വളർച്ചയ്ക്കും ആത്മീയ ശുദ്ധീകരണത്തിനും മാത്രമല്ല, പിന്നെയോ ആ ആയത്ത് പരിശോധിച്ച് നോക്കുക. ഏതായത്ത്? മസ്ജിദ് നബവിയെ കുറിച്ചും മസ്ജിദ് ഖുബയെ കുറിച്ചും അല്ലാഹു ചർച്ച ചെയ്തതായ ആയത്ത്. ലാ തഖും ഫീഹി അബദ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറൂ വല്ലാഹു യുഹിബ്ബുൽ മുത്തഹഹിരീൻ. ലാ തഖും ഫീഹി അബദ, വേറെ പള്ളിയിലേക്ക് സൂചന നൽകിയിട്ടാണ് ആയത്തിൻ്റെ തുടക്കം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ റോമൻകാരുമായിട്ട് രഹസ്യ ബന്ധം പുലർത്തിയിട്ട് ഇവിടെയുള്ളതായ കപട വിശ്വാസികളും അവരുടെ നേതാവായ അബു ആമിർ റാഹിബുമെല്ലാം ഇവിടെ ളിറാറി എന്ന പേരിൽ ഇസ്ലാമിനെതിരിൽ ഗൂഢാലോചന നടത്താൻ വേണ്ടി ഒരു പള്ളി കെട്ടിയിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹിനെ ക്ഷണിക്കാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ അതൊന്നും കൂട്ടാക്കാതെ തബൂക്ക് യുദ്ധം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊക്കെ ചുട്ടീകരിച്ച് ചാമ്പലാക്കി. ബാത്തിൽ അങ്ങനെയാണ്, സഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ. ഇന്ന് വരെ നോക്കൂ, ഇന്ന് വരെ മദീനക്കാർക്ക് കൃത്യമായിട്ട് എവിടെയാണ് മസ്ജിദ് ളിറാർ ഉണ്ടായതെന്ന് കൃത്യമായി കാണിച്ചു തരാൻ മദീനക്കാർക്ക് സാധിക്കുന്നതല്ല. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ സ്ഥാപിച്ച സർവ്വ പള്ളികൾ എവിടെയാണ് എന്നത് ഇവിടെ ലോകത്തിൽ ആ സകല മുസ്ലിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. വളരെ കൃത്യമാണ് സ്ഥലം, അത്രയും കൃത്യമാണ്. എത്രത്തോളം മദീനയിൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ട പള്ളിയെക്കുറിച്ച് കേരളത്തിൽ നിന്നിട്ട് വന്നതായ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ അഥവാ മുഹദ്ദിസ് എഞ്ചിനീയർ എന്നോട് പറയുകയുണ്ടായി. മക്ക മദീന ഹറമിൽ വർക്ക് ചെയ്ത എഞ്ചിനീയറാണ്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്ഥാപിച്ച റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ട പള്ളികളുടെ എല്ലാം ഖിബല വളരെ ക്ലിയറാണ്. കാരണം അത് വഹയിലൂടെയാണ് അതൊക്കെ സംഭവിക്കുന്നത്. അത്രയും ക്ലിയറാണ് എന്നതാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ളതായ ആ റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ട പള്ളി, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മുടെ ലക്ഷ്യം അതാണ്. എന്ത്? ആത്മീയ വളർച്ച, ആത്മീയ ശുദ്ധീകരണം, ആത്മീയമായിട്ടുള്ളതായ ആ പുരോഗതി.